നമസ്കാരം. ശബരിമല മണ്ഡലകാലം ആരംഭിച്ച് 3 ദിവസം പിന്നിടുമ്പോൾ ഭക്തർക്ക് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ കണക്കിന് വിമർശിച്ചത്. മുന്നൊരുക്കം എന്തുകൊണ്ട് നടത്തിയില്ല? തോന്നും പോലെ ആളുകളെ സന്നിധാനത്തേക്ക് കയറ്റിവിട്ടിട്ട് എന്താണ് പ്രയോജനം? മണിക്കൂറുകൾ ആളുകൾ ക്യൂവിൽ നിന്ന് വലയുന്നത് ദേവസ്വം ബോർഡ് കാണുന്നില്ലേ? കുടിവെള്ളം പോലും ഭക്തജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കാത്ത ദേവസ്വം ബോർഡ് എന്ത് ഭരണമാണ് നടത്തുന്നത്? ഇതാണ് ഹൈക്കോടതി ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം. സത്യത്തിൽ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരെ ദ്രോഹിക്കുകയാണ് ഈ ദേവസ്വം ബോർഡുകൾ. ശബരിമലയെ കൊള്ള നടത്താനുള്ള ഒരു സങ്കേതമാക്കി മാത്രം മാറ്റിയിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ. സ്വർണ്ണക്കൊള്ള നടത്തി കോടിക്കണക്കിന് രൂപ സന്നിധാനത്ത് നിന്ന് അടിച്ചു മാറ്റിയ ദേവസ്വം ബോർഡ് ഭരണസമിതിയും അതുപോലെ ദേവസ്വം ബോർഡ് ജീവനക്കാരുമാണ് ശബരിമലയുടെ ശാപം. ഇപ്പോഴിതാ ഭക്തജനങ്ങൾ 1 വർഷം കാത്തിരുന്ന് വ്രതം നോറ്റെത്തുന്ന ശബരിമല സന്നിധാനത്ത് അവർക്ക് തീരാ ദുരിതവും കണ്ണീരുമാണ് ദേവസ്വം ബോർഡ് സമ്മാനിക്കുന്നത്. യഥാർത്ഥത്തിൽ 6 മാസം മുമ്പേ തുടങ്ങേണ്ടതാണ് ഓരോ മണ്ഡല മകരവിളക്ക് സീസണിന്റെയും മുന്നൊരുക്കങ്ങൾ. എന്നാൽ ഇപ്പോഴും സന്നിധാനത്ത് മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യവും ശബരിമലയിൽ ഒരുക്കിയിട്ടില്ല. ശുചിമുറികളുടെ സൗകര്യമില്ല, കുടിവെള്ളമില്ല, ഭക്തർക്ക് ക്യൂ നിന്ന് മടുക്കുകയാണ് ഭക്തജനങ്ങൾ. വേണ്ടത്ര പോലീസുകാരില്ല, മറ്റ് സുരക്ഷാ സംവിധാനങ്ങളില്ല. ഹൈക്കോടതി എന്ന് പറഞ്ഞത് ഒരു മഹാദുരന്തം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ശബരിമലയിൽ ഉണ്ട് എന്നാണ്. വെർച്വൽ ക്യൂ സിസ്റ്റം ഉണ്ട്. വെർച്വൽ ക്യൂ സിസ്റ്റം വഴി ആളുകൾ ബുക്ക് ചെയ്ത് വരുമ്പോൾ അതിന് സമാനമായി തന്നെ പമ്പയിൽ നിന്ന് അല്ലാതെ തോന്നുംപടി ആളുകളെ കയറ്റിവിടുന്ന സംവിധാനം. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തവർ 5, 6, 7 മണിക്കൂറുകൾ ക്യൂ നിന്ന് ഒടുവിൽ മരക്കൂട്ടത്തെത്തി മടുത്ത് അവർ തിരികെ ഇറങ്ങി പമ്പയിൽ മാലയൂറി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തൊരു ഗതികേടാണെന്ന് ഓർക്കണം ശബരിമലയിലെ ഈ ഒരു അവസ്ഥ. എന്തിനാണ് ശബരിമല സന്നിധാനത്തെ ഇങ്ങനെ ബോധപൂർവം നശിപ്പിക്കുന്നത്? ഹൈക്കോടതി പോലും ചോദിക്കുന്നത് അതാണ്. നമുക്കറിയാം, പിണറായി വിജയൻ ഭരണകൂടം വന്നതിന് ശേഷം ശബരിമലയോട് കാണിക്കുന്ന ആ വൃത്തികേട്, ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ ബോധപൂർവം ശ്രമം നടത്തിയ ഒരു സർക്കാരാണ്. ശബരിമലയിൽ ഇരുട്ടിന്റെ മറവിൽ പോലീസ് അകമ്പടിയിൽ സ്ത്രീകളെ കയറ്റി ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിപ്പിച്ച ഒരു സർക്കാരാണ്. അതിനുശേഷം കാലാകാലങ്ങളായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള തെറ്റായ പ്രവണതകൾക്ക് ചുക്കാൻ പിടിച്ച ഒരു സർക്കാരാണ്. ഇപ്പോഴിതാ ശബരിമലയിലെ തീർത്ഥാടന കാലം തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ശബരിമലയിലെ തീർത്ഥാടന സാഹചര്യം തന്നെ അട്ടിമറിച്ചിരിക്കുന്നു. ശബരിമലയിലേക്ക് ഇനി ഇല്ല എന്ന് ജനങ്ങൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയുന്നു. ഇനി ഇത്രത്തോളം കെട്ട ഒരു കാലം വേറെ ഇല്ല എന്ന് ഭക്തജനങ്ങൾ പറയുന്നു. ഇത്രത്തോളം നശിപ്പിച്ച ഒരു ശബരിമല സീസണെ ഇത്രത്തോളം നശിപ്പിച്ച ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്, എല്ലാ മുന്നൊരുക്കങ്ങളും പാളിയിരിക്കുന്നു. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ശബരിമല സന്നിധാനത്ത് ചെയ്തിട്ടില്ല എന്ന് കെ ജയകുമാർ തുറന്ന് സമ്മതിക്കുകയാണ്. കാരണം മാസങ്ങൾക്ക് മുൻപേ ഈ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ഒക്ടോബർ മാസത്തിൽ തന്നെ എല്ലാം പൂർത്തിയാക്കുകയും വേണമായിരുന്നു. ഇപ്പോഴും അവിടെ ഓരോ നടപടിക്രമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല എന്ന ഏറ്റവും പുണ്യപരിപാവനമായിട്ടുള്ള ആരാധനാലയത്തെ നശിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം, ശബരിമല ക്ഷേത്രത്തെ തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. പിണറായി വിജയന്റെ തന്നെ പ്ലാനിംഗ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഒരു ക്ഷേത്രത്തെ എങ്ങനെയാണ് തകർക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ശബരിമല സന്നിധാനം. ഹൈക്കോടതി പോലും സർക്കാരിനോട്, ദേവസ്വം ബോർഡിനോട് ഇങ്ങനെ ചോദിക്കേണ്ട, ഇത്രത്തോളം രൂക്ഷമായ രീതിയിൽ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.